ഹലോ, ഞാൻ അഖിലയാണ് കേട്ടോ. നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ നല്ല നല്ല പൂക്കൾ വരാനും ഒക്കെ സഹായിക്കുന്ന കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ഈ ചൂട് സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ വേനൽക്കാലത്ത് എത്ര വളം കൊടുത്താലും പ്ലാന്റ് ഒരുമാതിരി വാടി നിൽക്കും ഈവനിങ് സമയമാകുമ്പോൾ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനും അതിൻ്റെ റൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന, പ്ലാന്റിന് നല്ല കുളിർമ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് എല്ലാ ഫ്ലവറിങ് പ്ലാന്റിനും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല, പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. നമുക്ക് കോംബോ ഓഫറാണ് നടക്കുന്നത്. 10 കളറും അതുപോലെ തന്നെ 15 കളറിൻ്റെയും കോംബോയാണ് നടക്കുന്നത് കേട്ടോ. മസ്റ്റായിട്ടും വേണമെങ്കിൽ ദണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളം നോക്കിയാലോ. വളം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, നമ്മുടെ കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ നമ്മുടെ ഓർക്കിഡ്സിന് ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ റൂട്ടിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും പുതിയ കിക്കീസ് വരാനും ഒക്കെ സഹായിക്കും. ഇത് ഒന്നിടവിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് അരിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കിക്കീസ് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് റോസ് പ്ലാന്റിന് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് കുറച്ച് തേങ്ങാവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഓർക്കിഡ്സിന് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആന്തൂര്യം എന്ത് പ്ലാന്റിന് വേണമെങ്കിലും ട്രൈ ചെയ്യാം, പുതിയ തൈകൾ വരാൻ സഹായിക്കും. ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഓർക്കിഡ്സിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിത് പുളിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിങ്ങനെ ഒന്ന് അരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്തിരുന്നാൽ മതി. ഇപ്പം ഞാനിത് നമ്മുടെ ആന്തൂര്യം അതുപോലെ തന്നെ റോസിനും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇത് ഒരു 3-4 ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണ്. പുളിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു റോസ് പ്ലാന്റിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓർക്കിഡ്സിന് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പുളിപ്പിക്കേണ്ട, അങ്ങനെ ഞാൻ കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പുളിപ്പിച്ചിട്ട് ആ ഓർക്കിഡ്സിന് കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അത് ഓർക്കിഡ്സിന് മാത്രമല്ല ഏത് പ്ലാന്റിനായാലും നമ്മൾ പുളിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാനത് 3-4 ദിവസത്തേക്കൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. പുളിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്യണം, കാരണം ചൂട് ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിൽ നമ്മൾ ഒരിക്കലും ഇച്ചിരി രീതിയുള്ള വളങ്ങളൊന്നും എത്ര ഓർഗാനിക്കാന്ന് പറഞ്ഞാലും നമ്മളിത് പുളിപ്പിക്കും തോറും അതിൻ്റെ എഫക്റ്റ് കൂടി വരും. അതുകൊണ്ട് നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാം. ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ അരച്ചിട്ട് നമ്മുടെ ആന്തൂര്യം അതുപോലെ തന്നെ ഓർക്കിഡ്സിനൊക്കെ കൊടുത്താലും പുതിയ കിക്കീസ് വരാനും ഇതുപോലെ ആന്തൂര്യത്തിനകത്ത് പുതിയ തൈകൾ വരാനും ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും. അതുപോലെ ഏത് പ്ലാന്റിനും നമ്മുടെ ഓർക്കിഡ്സ് ആവട്ടെ റോസ് പ്ലാന്റ് ആവട്ടെ ഒക്കെ കൊടുത്താലും നല്ല റിസൾട്ടാണ്. റൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടും, നല്ല പച്ചപ്പോടുകൂടി തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ ഇപ്പോൾ ഒരുപാട് സുലഭമാണ്, അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്.